ഹായ് ഗൈസ്, ഞാൻ ഷിൽന, ഞാൻ മിൻഹ. ഞങ്ങൾ ചെറിയ ഇടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഞങ്ങൾ മിന്നാന്ന് ഇങ്ങോട്ട് വന്നായിരുന്നു. അപ്പോൾ ഇവിടെ ഒന്നും വെള്ളമില്ലായിരുന്നു. ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഇവിടെയൊക്കെ ഫുള്ള് വെള്ളം നിറഞ്ഞു. പെട്ടെന്നായിരുന്നു 2 ദിവസം അടുപ്പിച്ച് നിർത്താതൊരു മഴ പെയ്തു. അതിൻ്റെ ചെറിയ ചാറ്റലും ഉണ്ടായിരുന്നു. കാണുന്നത് എൻ്റെ ആപ്പാപ്പാൻ്റെ ചങ്ങായി നാസറാക്കാൻ്റെ തോണിയാണ്. അപ്പം ഇതിൽ പോണ വീഡിയോ എന്തായാലും ഞങ്ങൾ വിടും. ഇപ്പം ഞങ്ങൾക്ക് നല്ല പൂതിയുണ്ട്. ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് ഇവിടെയൊക്കെ കാണിക്കാനാണ്. ഇവിടെയൊക്കെ നല്ല ഭംഗിയുണ്ട്. നല്ല ഒഴുക്കുള്ള വെള്ളമാണ്, നല്ല ചളി വെള്ളവുമാണ്. മഴ പെയ്തോടെ ഇവിടെയൊക്കെ വെള്ളം നിറഞ്ഞ്. മിഞ്ഞാന്ന് വന്നപ്പോൾ ഇവിടെ ഒന്നുമില്ലേനി, ഒരു വെയിലടിച്ച് കണ്ട് ഇവിടെയൊക്കെ ഉണങ്ങിയേനി. ഇപ്പം കണ്ടോ, പുല്ലും കാണില്ല. അവിടെയൊക്കെ ഉണ്ടോ, അവിടേക്കൊക്കെ ഇനി പോവണം. നല്ല ആയുള്ള സ്ഥലമുണ്ട്, പക്ഷെ ഇപ്പൊ കാണുമ്പോ നമുക്ക് ആഴം കുറവുള്ള പോലെ തോന്നും. ഇത്ര പെട്ടെന്ന് വെള്ളം നിറഞ്ഞത്. തോണി പോണ വീടൊക്കെ ഞങ്ങൾ ഇനിയും വിടും. ഇവിടെ കുറെ ആൾക്കാർ മീനൊക്കെ പിടിക്കുന്നുണ്ട്. ഇപ്പൊ കാണൂല കേട്ടോ, ഇപ്പൊ ഓല് കുറച്ച് ദൂരത്താണ്. ഞങ്ങൾ ആദ്യം കണ്ടീന്, ഇപ്പൊ കാണില്ല. ഇപ്പൊ മീൻ പിടിക്കാനൊക്കെ കുറെ ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അതിനുള്ള തിരക്കിലാണ്. അവിടെ ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലാരും. കണ്ടമാന പ്ലാസ്റ്റിക് കുപ്പിയൊക്കെ ഉണ്ട്. ഇതൊക്കെ പ്രകൃതിയെ നശിപ്പിക്കുന്നതാണ്. ഞങ്ങൾ തന്നെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷെ ഇതാരും ചെയ്യരുത്. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്നത് ചമ്മാട് പാറക്കാട് വയലറ്റ് മാളിന്റെ ബാക്കിലാണ്. ഞങ്ങളെ വീടിന്റെ അടുത്താണ്. അപ്പൊ അങ്ങനെ നടന്നു പോകാൻ മാത്രമേ ദൂരമുള്ളൂ. ഇപ്പൊ പണി പൂർത്തിയായിട്ടില്ല, കുറച്ചൊക്കെ അയക്കണേ, എന്നാലും ആവാനയക്കട്ടോ. ഗൈസ്, ഇവിടെ നിന്നാണ് ഇങ്ങോട്ടുള്ള വെള്ളമൊക്കെ പോണത്. പക്ഷെ ഇവിടെ നീന്താൻ വന്ന ഒരാളും പോലും കാണുന്നില്ല. നീന്താൻ വന്നാണോ മീൻ പിടിച്ചാൽ വന്നോന്ന് അറിയില്ല. ഞങ്ങൾ ഇവിടെയൊക്കെ നടന്നു. ഇവിടെയൊക്കെ കുണ്ടും കൊയ്യും ആയതുകൊണ്ട് തന്നെ ഞങ്ങളെ കാലുമേലൊക്കെ ആ മണ്ണ് ഇങ്ങനെ പിടിച്ചിക്കണ്. അപ്പം ഞങ്ങളൊന്ന് കാലൊന്ന് വരച്ചിരുന്നു. ഈ സ്ഥലം എന്ന് വെച്ചാൽ നല്ല കൃഷിയുള്ള സ്ഥലമാണ്. കൂടുതൽ ഇവിടെ കാണണത് കപ്പയാണ്. കപ്പൻ്റെ കൊമ്പൊക്കെ മുറിച്ചിട്ട് കണ്ട ഇവിടെ കാണണത്. ഇവിടെയൊക്കെ നല്ല അടിപൊളി സ്ഥലമാണ്. നിങ്ങൾക്കൊക്കെ ഇങ്ങോട്ട് വരാം. നല്ല വെള്ളം കയറുമ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. ബാക്കിലൊക്കെ കാണുമ്പോൾ കലിങ്ങിയ വെള്ളമാണ്. ഇത് നല്ല വെള്ളമായി ഞങ്ങൾക്ക് നീന്താൻ പറ്റിയിനി. കേട്ടോ, നീന്താനൊക്കെ വരും. തിരിച്ചു പോയാൽ വേറെ കുറ്റിക്കാടെത്തും. പക്ഷെ വേറെ കുറ്റിക്കാട്ടിൽ എത്തിന്ന് മനസ്സിലാവില്ല, കാരണം ഇവിടെ വെള്ളമായോണ്ട്. ഇങ്ങനെ ഇതിൽ തന്നെ എടുത്താല് ഇവിടെ തന്നെ എടുക്കാൻ ഞങ്ങൾക്ക് ബോറടിക്കില്ല. അപ്പൊ ഞങ്ങൾ വേറെ സ്ഥലം കാണിച്ചു തരാൻ പോവാണ് കേട്ടോ. അപ്പൊ ഇവിടെയൊക്കെ നല്ല എടുക്കണപ്പാ. അപ്പൊ ഗൈസ്, ഇവിടെയൊക്കെ കണ്ടില്ല, പച്ച പുൽമേടുകളാണ്. ഇവിടെ ഫുൾ പറ്റിയൊക്കെ എടുക്കുന്നുണ്ട് ഗൈസ്. കണ്ട ഗൈസ്, പ്ലാസ്റ്റിക് മലിനീകരണങ്ങളാണ് ഇവിടെ കിടുന്നത്. മലിനീകരണങ്ങളാണ്. ഇതൊക്കെ കീടനാശിനികൾ വരുത്താൻ സഹായിക്കുന്നു. ഇതിപ്പോ വേറെ സ്ഥലത്താണ്, പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നത് ആ സ്ഥലം തന്നെയാണ്. പക്ഷെ ഞങ്ങൾ ആ റോട്ടിൽ കൂടെ പാടത്തേക്ക് വന്നതാണ് കേട്ടോ. അവിടെ കുറ്റിക്കാട്, ഇവിടെ പാടം എന്നാണ് ഞങ്ങൾ പറയല്. ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഇവിടെ കണ്ടാൽ നിങ്ങൾക്ക് തോന്നൂല, അവിടെ ഫുള്ള് വെള്ളം ആയതുകൊണ്ടാണ്. പിന്നെ ഒക്കെ കാണാൻ നല്ല രസമാണ്. വയനാട്ടിലേക്ക് പോയ പോലെ തന്നെ തോന്നും. ഇവിടെ ചോരല്ലാന്നുള്ളൂ കേട്ടോ. പക്ഷെ ഇവിടെ നല്ല ഒലിച്ചിട വെള്ളമാണ്. നല്ല മയത്തുള്ളി ഇങ്ങനെ വരുമ്പോ നമ്മളെ വെള്ളം കേട്ടോ ഗൈസ്. പക്ഷെ ഇപ്പൊ കുളിച്ചുമ്പോ നമുക്ക് പനി, ജലദോഷം അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഒന്നും കൂടി വരും. അപ്പോഴാണ് വെള്ളം തെളിഞ്ഞാണ്ട് ഒരു നമ്മൾ കുടിക്കുന്ന ഒരു വെള്ളത്തിന്റെ ഒരു കളർ വരും. അപ്പോഴാണ് കുളിക്കേണ്ടത്. അപ്പോഴാണ് നമുക്ക് കുളിക്കുമ്പോൾ എനർജി. ഇവിടെ നല്ല വൈബ് ഉണ്ട് കേട്ടോ. നല്ല വ്യൂ ആണ്. ഇവിടെ ആകാശമൊക്കെ കാണുമ്പോ എന്താ നോക്കുമ്പോ നല്ല ഭംഗിയാണ് കേട്ടോ. ഞങ്ങൾ ഒരിക്കലും വീട്ടിൽ വെറുതെ ഇരിക്കൂല. വെറുതെ ഇരിക്കാണ് ഞങ്ങൾ നടന്നു കണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും. ഞങ്ങൾ എപ്പച്ചാളെ ഞങ്ങള് വെറുതെ ഇരിക്കാൻ അയക്കൂല അല്ലേ. ഞങ്ങളിങ്ങനെ ഡെയിലി വീഡിയോ എടുക്കാനൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ഇനി ഞങ്ങള് കുറച്ചൊക്കെ വീഡിയോ എടുക്കും. വെക്കേഷന് കഴിയാതിരിക്കണ ഒരാഴ്ചറ്റേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് സങ്കടം ഉണ്ട്. ഞങ്ങൾക്ക് മുഖ്യമന്ത്രിനോടൊക്കെ ചോദിക്കണം, 1 മാസം കൂടി ലീവ് തരുമോന്ന്. ഈ മയത്ത് ഞങ്ങൾക്ക് ആഘോഷിക്കണ്ടേ. ഈ ചൂടത്ത് പേരൻ്റെ ഉള്ളിൽ ഇരിക്കാന്നല്ലാതെ ഈ മയത്തല്ലേ നമുക്ക് ഇങ്ങനെ പോവാനൊക്കെ പറ്റും. മയത്താണ് സ്കൂൾ തുറക്കണത്, പക്ഷെ ചൂടുകാലത്താണ് സ്കൂൾ അധികം പൂട്ടിക്കെടുക്കണത്. ഞങ്ങൾക്ക് ഇപ്പൊ എന്തായാലും ചോദിക്കണം എന്നുണ്ട്, പക്ഷെ മുഖ്യമന്ത്രിനെ കാണാൻ പറ്റില്ല കേട്ടോ. ഇപ്പം ഞങ്ങളുള്ളത് എൻ്റെ അപ്പാപ്പാൻ്റെ ചങ്കായ ഹമീദാക്കാൻ്റെ വീട്ടിലാണ്. ഞങ്ങൾ കുറേ തള്ളൊക്കെ കേട്ട് ഞങ്ങൾ ഇവിടെ വീഡിയോ എടുക്കുമ്പോൾ ഞങ്ങൾ അവിടുന്ന് വിളിച്ച്. ഇവിടെ അടുത്താണ്, പാടത്തിൻ്റെ അടുത്താണ്. ഞങ്ങൾക്ക് വന്നപ്പോൾ തന്നെ ചായയൊക്കെ തന്നേ. നല്ല നാടൻ പായൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഉള്ളതാണെന്നാണ് തോന്നണേ. ഇത് നല്ല വൈബാണ്. ഇവിടുന്ന് അങ്ങോട്ട് നോക്കി ചായ കുടിക്കാൻ നല്ല തണുപ്പുണ്ട്. ഹമീദാക്ക ഇതാണ് കേട്ടോ. ഇവിടെ തോന മഴ ചെയ്താൽ ഇവിടെ വെള്ളം കയറുമോ? അതെ, അത് നല്ല രസം ഉണ്ടാവില്ലേ?
വെള്ളം കയറി ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ വരും, ഇവിടൊക്കെ കളിക്കാൻ വരും കേട്ടോ ഞങ്ങള്. ചായനെ പറ്റി പറയുകയാണെങ്കിൽ നല്ല അടിപൊളി ചായയാണ്. വന്നപ്പോൾ തന്നെ ചായ തന്ന്, നല്ല പാൽ ചായ, പിന്നെ നല്ല നാടൻ പാലുണ്ട്, നല്ല ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ഞങ്ങൾ ഈ കുറ്റിക്കാട്ടിൽ എല്ലാവരും ഒന്ന് വന്ന് നോക്കണം, നല്ല മനോഹരമായ സ്ഥലമാണ്. ഞങ്ങൾ ഈ ഇപ്പന്മാരോട് പറയാനുള്ളത്, ഞങ്ങളെ പ്രായമുള്ള കുട്ടികളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരണം, നല്ല എൻജോയ് ആവും, അല്ല ഓല പേരൻ്റെ ഉള്ളിൽ പൂട്ടിരുന്നത് കേട്ടോ. അപ്പൊ ഞങ്ങൾ പോണ വഴിക്കന്നെ ആൻഡ്രോയിഡ് കണ്ടുകണേ, പക്ഷെ നീണ്ടുകണേ, പിന്നെ കളറിന് ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ട്. കണ്ണൊന്നും കാണാൻ പറ്റുന്നില്ല കേട്ടോ, ഞങ്ങൾക്ക് കൈ തരുന്നുണ്ട്, അങ്ങോട്ട് പോയിക്കാട്. എന്നാണ് മക്കളെ ഇവിടെ? നിങ്ങളെന്താ ഇവിടെ? നിങ്ങൾ വെള്ളത്തിൽ പോകൂലേ? വെള്ളത്തിൽ പോയാൽ പിന്നെ നിങ്ങൾ മക്കളെ ഞങ്ങൾ ആകെ പേടിച്ച ആൻഡ്രോ കുഞ്ഞപ്പൻ തന്നെ കേട്ടോ അയാള്. അപ്പൊ ഏതായാലും ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ നല്ല എൻജോയ് ചെയ്ത്, ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരും, അത് ഇതേപോലെ തന്നെ ഇതിനും കാട്ടി എൻജോയ് ആവാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞങ്ങൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോ കാണാം. ബൈ.